മഴത്തോരു മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു വരുന്നതിന് ആദ്യം കാണിക്കുന്ന അലീന ആകാന്തം വിട്ടു നിൽക്കുന്നുണ്ട്. വേഗം തന്നെ വന്നല്ലോ. മനുവേട്ടനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനുവേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാണ്ട് പറ്റില്ലല്ലോ, അലീന എന്തായാലും അങ്ങോട്ട് വിളിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അലീന പോകും. ബാലചന്ദ്രൻ്റെ അടുത്ത് മനു ചെന്നിരിക്കും. ബാലചന്ദ്രൻ ഒരു കവറിൽ നിന്ന് ഒരു കത്രിക എടുത്തിട്ട് നീട്ടിയിട്ട് പറയും, എന്താ മനു, ഇതാണ് അലീനയുടെ വയറ്റിൽ കുത്തി കയറിയ കത്രിക. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും നിനക്കറിയായിരുന്നു എന്താ സംഭവിച്ചതെന്ന്. എന്നാൽ എനിക്ക് ഇപ്പോൾ അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി മനു എന്നൊക്കെ പറഞ്ഞപ്പോൾ മനു ആകെ ഒരു വല്ലായ്മയോടുകൂടി നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് രേവതിക്കുട്ടി വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ബാലചന്ദ്രൻ സാറിനോട് പറഞ്ഞോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മോളെ, പറഞ്ഞിട്ടില്ല, എനിക്കത് പറയാൻ എന്തൊക്കെയോ വിഷമം പോലെ. പക്ഷെ എന്തൊക്കെയോ സാറ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. സാറിൻ്റെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഓട്ടത്തിൽ നിന്നൊക്കെ എനിക്കത് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയും. മനുവേട്ടൻ എന്തായാലും പറയാൻ വഴിയില്ല എന്നാണ് പറയുന്നത്. മുത്തശ്ശിയാണെങ്കിൽ അതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ എന്തായാലും മനു എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ വലിയൊരു വിഷയം നടക്കുന്നുണ്ട്. നമ്മുടെ ഹരിശങ്കറിനെ കാണാൻ വേണ്ടി വൈജയന്തി നേരെ കടപ്പാട്ടൂർക്ക് വിടുന്നുണ്ട്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് വാതിൽ തുറക്കുമ്പോൾ കമലിനി വാതിൽ തുറക്കുന്നത് വൈജയുടെ മുഖം ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഉടർന്നു നിൽക്കുന്നത് കണ്ട് കമൽ അന്തം വിട്ട് നിൽക്കുന്നതാണ് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.